ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എ ഡേ ടു റിമെമ്പർ ബ്ലോഗിൻ്റെ പാർട്ട് 2 എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ അതേ അക്ഷയപാത്രത്തിൽ നിന്ന് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നെട്ടെ ഒന്ന് അത്യാവശ്യം ഒന്ന് കറങ്ങി നടന്ന് കാണണം. കറങ്ങി നടക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് ബൈക്ക് റൈഡ് തന്നെയാണ്. നമ്മൾ മിക്കവാറും റിസർവോയർ ഏരിയയിലൊന്നും ഇറങ്ങാൻ ചാൻസ് ഉണ്ടാവില്ല. നമ്മൾ നേരെ വേറൊരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു റൂട്ട് എക്സ്പ്ലോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ നേരെ എന്താ പറയുക പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം ചിറ്റാറിൻ്റെ റിസർവോയർ ഏരിയ ആണ്. ഇവിടെയൊക്കെ പലയിടത്തും ഇറങ്ങാമെന്ന് തോന്നുന്നു. പല വ്ളോഗുകളിലും യൂട്യൂബ് വ്ളോഗായിക്കോട്ടെ, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ നിന്ന് പല ഫോട്ടോഷൂട്ടുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രസം കേട്ടോ, നല്ല വ്യൂ ആണ്. പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് സമയമില്ല. നമുക്ക് മുന്നോട്ട് പോയി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റൂട്ട് എക്സ്പ്ലോർ ചെയ്യണം. നമ്മളങ്ങനെ ട്രിവാൻഡ്രം തമിഴ്നാട് ബോർഡർ എത്തിയിരിക്കുകയാണ്. നമ്മൾ കേരളത്തിൻ്റെ ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്കങ്ങനെ നേരെ മുന്നോട്ട് പോയിട്ട് ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നെട്ടയിലെ പല വ്യൂ പോയിൻറ്റ്സ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ബൈക്ക് റൈഡിലൂടെ അതങ്ങ് ആസ്വദിക്കാം. നിങ്ങൾ റെസ്റ്റോറൻറ്റ് തപ്പി ഇവിടെ ഈ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ നടക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ കയറി വന്ന റൂട്ടിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലോണം റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. കഞ്ഞിക്കടയൊക്കെ ഇപ്പോൾ നമ്മൾ നിയറസ്റ്റ് ഇപ്പോൾ കാണാൻ പോകുന്നതാണ്. നമ്മൾ പോകുന്ന ഈ റൂട്ടിൽ തന്നെയാണ് കേട്ടോ കഞ്ഞിക്കടയൊക്കെ. അപ്പോൾ ഞങ്ങൾ ആദ്യം കയറിയ റെസ്റ്റോറൻറ്റ് അല്ലാതെ തന്നെ ഒത്തിരി റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ പറ്റിയ റൂട്ട് വരുവാണെങ്കിൽ എന്ത് വ്യൂ ആണെന്ന് നോക്കിയാൽ, വാട്ട് എ വ്യൂ. നമ്മൾ ശരിക്കും ഈ ഒരു പോയിന്റ് ശരിക്കും ഒരു ഫോട്ടോ പോയിൻ്റാണ്. പലതിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇറങ്ങാൻ നിന്നില്ല. എനിക്കെന്തോ ഡേഞ്ചറായിട്ട് ഫീൽ ചെയ്തു. എപ്പോഴും വണ്ടിയൊക്കെ പാസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുന്ന അത്ര സേഫാണെന്ന് എനിക്ക് തോന്നിയില്ല. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന എല്ലാം ചിറ്റാർ റിസർവോയറിൻ്റെ ഏരിയ ആണ്. എനിവേ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങാൻ പറ്റുമായിരിക്കും. നമുക്കങ്ങനെ ഇറങ്ങി നിൽക്കാൻ അങ്ങനെ നോക്കി കണ്ടുപിടിച്ച് ഇറങ്ങി പോകാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഫീല്, നല്ലൊരു മൂഡ്, നല്ലൊരു ക്ലൈമറ്റ്. ഒരു മഴയുടെ ഒരു മൂടി ക്ലൈമറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് വെയിലും മഴയുടെ ഒരു മൂടി ക്ലൈമറ്റ് രണ്ടും കൂടി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കഞ്ഞിക്കട. ഈ സ്പോട്ടാണ് കഞ്ഞിക്കട എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂടിയായിട്ടുള്ളൊരു ക്ലൈമറ്റും, വെയിലുണ്ടോയെന്ന് വെച്ചാൽ വെയിലുണ്ട്, തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ തണുപ്പുണ്ട്, എന്നാൽ മഴക്കാറുണ്ടോയെന്ന് വെച്ചാൽ മഴക്കാറുണ്ട്. ഇതെല്ലാം കൂടി കലർന്നിട്ടുള്ളൊരു ക്ലൈമറ്റും കൂടി ആയതുകൊണ്ട് അത് കൂടെ ഒരു ബൈക്ക് റൈഡ്, അന്തസ് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയോ ആണ് നമ്മൾ ഉദ്ദേശിച്ച റൂട്ട് എന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കണം, അല്ലാതെ നമുക്ക് രക്ഷയില്ല. കാരണം അത് ഇടയിൽ കൂടെ കയറി പോകുന്ന ഏതോ ഒരു വഴിയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ആണെന്നാണ് എനിക്കും തോന്നുന്നത്. ബാക്കാണ് ബാക്കിൽ പോകണം. തെറ്റി വഴി തെറ്റി. അപ്പോൾ നമുക്ക് വണ്ടി തിരിക്കാം. ഈ വഴി നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ലാൻഡ്മാർക്ക് പറഞ്ഞു തരാം. എന്തായാലും നിങ്ങൾ കഞ്ഞിക്കടയൊക്കെ പാസ് ചെയ്ത് നേരെ മുന്നോട്ട് വന്ന് കഴിയുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിട്ടൊരു മൃഗാശുപത്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ബാക്കി തമിഴാണ്, എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല, പറയാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ആ മൃഗാശുപത്രി എന്നൊക്കെ എഴുതിയേക്കുന്ന ആ ബോർഡ് കാണുമ്പോൾ ലെഫ്റ്റ് സൈഡ് പിടിച്ച് നിങ്ങൾ നേരെ പോരും. കാറ് പോവും, പക്ഷേ കൂടുതലും നിങ്ങൾക്ക് ഈ റൂട്ട് എന്താ പറയുക ആസ്വദിക്കണമെങ്കിൽ ഒരു ബൈക്ക് തന്നെയായിരിക്കും നല്ലത്. ബൈക്കാണ് ഞാനും പ്രിഫറൻസ് ചെയ്ത് പറയുള്ളൂ. കാരണം ഇത് കൂടുതലും റബ്ബർ എസ്റ്റേറ്റുകളാണ്. റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽക്കൂടെ ഒരു റൈഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി റൈഡാണ്. എൻ്റെ മോനെ പൊളി, അടിപൊളി. പറയാതെ വയ്യാട്ടോ. ഇത് നിങ്ങൾക്ക് എത്രമാത്രം ഈ സ്ക്രീനിലൂടെ അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വല്ലാത്തൊരു തണുപ്പ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ. മോനെ അടിപൊളി.
ഓ, നമുക്ക് ശരിക്കും നെട്ടയുടെ അവിടെ റിസർവോയറിൻ്റെ അവിടെ ഇറങ്ങാൻ പറ്റിയില്ല എന്നൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇതോടുകൂടെ തീർന്നു കേട്ടോ. എന്തായാലും അറിയില്ലാത്തൊരു വഴിയാണ് കയറി വന്നപ്പം കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോകാം. കാരണം നമ്മളൊരു അഡ്വഞ്ചർ ബൈക്കൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ അഡ്വഞ്ചർ ആവണമല്ലോ, അല്ലേ? ഇങ്ങനെ ഓ, പോളി. ഇത് ശരിക്കും ടൈലാണ് കേട്ടോ, മൊത്തം ടൈല് വഴിയാണ് ഇത്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നിങ്ങൾ കാണുന്നത് പ്രൈവറ്റ് റബ്ബർ എസ്റ്റേറ്റുകളാണ്. ഈ പ്രൈവറ്റ് റബ്ബർ എസ്റ്റേറ്റ് ഇത്രമാത്രം ഈ ബോർഡർ സൈഡിൽ ഇത്ര എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. ഓ, അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെ ബൈക്ക് റൈഡ് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ റൂട്ടൊന്ന് വരണം. പക്ഷെ നമ്മൾ എന്തായാലും നമുക്കൊരു മിസ്സിങ് പറ്റിപ്പോയി. കാരണം ഇവിടെ എവിടെയെങ്കിലും നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കേണ്ടതായിരുന്നു. എന്നാലും അധികം ആളുകളൊന്നും കാണാത്തതുകൊണ്ട് പിന്നെ കുഞ്ഞും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കത് വേണ്ടാന്ന് വെച്ചു. എനിവേ അവിടെ ആളുകൾ ഒന്നോ രണ്ടോ പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ അറിയില്ലാത്ത സ്ഥലമാണ്, അപ്പോൾ ബൈക്കൊക്കെ നിർത്തി അങ്ങനെ അധികം റിസ്ക് എടുക്കണ്ടെന്ന് ഓർത്ത് എന്തായാലും ബൈക്ക് റൈഡിലൂടെ പതുക്കെ വണ്ടി ഓടിച്ച് നമുക്കിത് ആസ്വദിക്കാം എന്നൊന്ന് വിചാരിച്ചു. ഓ, പൊളി, അടിപൊളി, ഒരു രക്ഷയില്ല. അയ്യ, എന്നാണ് എന്താ മുന്നേ കാണുന്നത്? ഗുഹയാണ്. എന്താ അത്? ഓ, അകലെ നോക്കിയപ്പോൾ എന്തോ പോലെ ഫീൽ ചെയ്തു ശരിക്കും. റബ്ബറും തോട്ടം തന്നെയാണ് ഗൈസ്, പേടിക്കണ്ട. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയെന്ന് തന്നെ പറയാം. കാരണം വലിയ ദൂരം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ദൂരമില്ല, പക്ഷേ ഉള്ള ദൂരം അത്രയും നല്ലൊരു റൈഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ചെന്ന് കയറാൻ പോകുന്ന ഒരു കണക്റ്റീവ് റോഡ്, ഒരു കണക്ഷൻ റോഡിലേക്കാണ്. അങ്ങനെ നമ്മൾ ഇതൊരു കണക്ഷൻ റോഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആലഞ്ചോലൈ എന്ന് പറഞ്ഞ ഡാം. ഇവിടെ നിന്ന് അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റ് എടുത്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് പിടിച്ചാൽ മതി. ഇത് അങ്ങ് അകലെ നമുക്ക് നമ്മൾ പോകേണ്ട, നമ്മൾ എത്തേണ്ട ഡെസ്റ്റിനേഷൻ്റെ അവിടെയുള്ള ആ സീനിക് വ്യൂ ഒക്കെ വിസിബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക, ഒരു അടിപൊളി വ്യൂവിലേക്കാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ഏകദേശമൊക്കെ ക്ലിയർ ആയി തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ എന്താ പറയുക, ഇത് തമിഴ്നാടാണോ കേരളമാണോ എന്നൊക്കെ മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. എന്തായാലും ബോർഡൊക്കെ തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഒട്ടും കൺഫ്യൂഷനൊന്നും ആവുമോ, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഈ റൂട്ടൊക്കെ തെറ്റിപ്പോകുമെന്ന് വെച്ച് നിങ്ങൾക്ക് തെറ്റാനൊന്നും ചാൻസ് ഒന്നുമില്ല. എനിവേ നമുക്കിത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ ഒരു റബ്ബർ എസ്റ്റേറ്റ് തന്നെയാണ് കാണുന്നത്. തെങ്ങിൻ തോപ്പുകൾ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ അതിനേക്കാളും കൂടുതൽ റബ്ബർ എസ്റ്റേറ്റുകളാണ്. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ റൂട്ടിൽ ഇങ്ങനെ വന്ന് ഇത് കാണുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആക്ച്വലി എന്താ പറയുക, ഒരു തണുപ്പും ഒക്കെ ഉള്ളൊരു വൈബ് മൂഡാണ് കേട്ടോ അത്. അപ്പം നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. ഇനിയിപ്പോൾ ആ എൻട്രൻസ് വഴി കയറാൻ പറ്റില്ല എന്നാണ് ചേട്ടന്മാർ പറയുന്നത്. അപ്പോൾ അതേ നമ്മൾ ഈ വഴിയിലൂടെ അങ്ങനെ പതുക്കെ ഇറങ്ങി നമുക്കങ്ങനെ എന്താ പറയുക, ഡാമിൻ്റെ മുകളിലേക്ക് പോവാം. ഇതാണ് ആലഞ്ചോലൈ ഡാം. നമ്മൾ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാമിൻ്റെ ഇതെല്ലാം കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്തായാലും നേരെ പോകുന്നില്ല. ഇവിടെ ഒരു വ്യൂ ഉണ്ട്, ആ വ്യൂ കാണാമെന്ന് വെച്ച് നമ്മളിവിടെ തന്നെ നിന്നു. അതുമാത്രമല്ല, അവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ താഴെ പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓ, എന്ത് വ്യൂ അല്ലേ, അട്ടാറ് വ്യൂ ആണ്. താഴേക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ പൊളിച്ചാനെ. പക്ഷെ അവിടെ ഈ കല്ല് ചെരിച്ചാണ് പണിത് വെച്ചേക്കുന്നത്. നമ്മൾ താഴത്തോട്ട് ഇറങ്ങാൻ പറ്റും, പക്ഷെ മുകളിലേക്ക് കയറാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുത്തില്ല. വാട്ട് എ വ്യൂ! ഓ, ഇതേ വ്യൂ ഒക്കെ കണ്ടപ്പോൾ ഇവിടെ ഒരാൾ ചാടിത്തുള്ളി ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൂടെ ഇതൊക്കെ പച്ചപ്പ് ഹരിതാപമൊക്കെ കണ്ട് വെള്ളമൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ആൾക്കും വളരെയധികം എന്താ പറയുക, ഇഷ്ടപ്പെട്ടു. അങ്ങ് എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറേ പോസസൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. പാവം, വീഡിയോ ആണെന്ന് ഇവർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു.
ഓ, എന്ത് വ്യൂ ആ ഗൈസ്, നോക്കണേ, അടിപൊളി. നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ടത് ഇതിൻ്റെ താഴേക്ക് ഇറങ്ങാൻ പറ്റും. താഴേക്ക് ചേട്ടന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങണമെന്ന് പറ്റുമെന്ന് ഞാനതിനെ എൻകറേജ് ചെയ്യില്ല, കാരണം തിരിച്ച് കയറാൻ കുറച്ച് പാടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അവിടെ ഈ കല്ല് തിട്ട പോലെ ചെരിച്ചാണ് അവർ ആ കല്ല് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇറങ്ങാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ചേട്ടനെ കണ്ടില്ല. ഇതിങ്ങനെ ചെയ്യുന്നതാണോ അതോ? അപ്പോൾ ചേട്ടൻ നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് ശരിക്കും ഒരു ക്രിക്കറ്റ് അവർ കളിക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അടിപൊളിയായിരിക്കുമല്ലേ അതൊക്കെ റെഡി ആയി കഴിയുമ്പോൾ അല്ലേ. ഈ വ്യൂ കണ്ടിട്ട് സത്യമായിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ല ഗൈസ്, പക്ഷെ നമുക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ ടാറ്റ ആലഞ്ചോലെ. പിന്നെ എന്താണ് അബദ്ധം പറ്റിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ പറയാം. നിങ്ങൾ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാം, ഈ വണ്ടിയുടെ മീറ്ററിൽ കുറേ ലൈൻസ് പോലെ വെട്ടുന്ന പോലെയൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ മീറ്ററിൻ്റെ പ്രശ്നമാണോ അതോ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് മൊത്തത്തിലൊരു കൺഫ്യൂഷനിൽ ഞങ്ങൾ നിൽക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞങ്ങളത് കണ്ടിരുന്നു, പക്ഷേ എങ്ങനെ റിസോൾവ് ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ കൊള്ളായിരുന്നു. എനിവേ നെക്സ്റ്റ് റൈഡിൽ നമ്മളിത് പരിഹരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വ്ളോഗുകൾ കാണുന്നതെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.